ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു കിടുക്കാച്ചേറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ കാലത്ത് മീനോ ചിക്കനോ ഒന്നും വാങ്ങാൻ പറ്റുന്നില്ല അല്ലേ? അതിൻ്റെയൊക്കെ റേറ്റ് നല്ല റോക്കറ്റ് പോലെ കുതിച്ചങ്ങ് പോവാണ്. എന്നാൽ പിന്നെ പച്ചമാങ്ങ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരൈറ്റം ഉണ്ടാക്കിയതാണ്. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 പച്ചമാങ്ങ എടുത്തിട്ട് ഇങ്ങനെ കഴുകി ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമുക്കിതിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതാ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്കിപ്പം കിട്ടിയ മാങ്ങ കുറച്ച് മൂത്തിട്ടുള്ളതാണ്. ലൈറ്റായിട്ട് മധുരമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് മൂക്കാത്ത മാങ്ങയില്ലേ, ഇളയ മാങ്ങ, അതെടുക്കാൻ ശ്രദ്ധിച്ചോളണേ. അതാകുമ്പോൾ പെട്ടെന്നായി കിട്ടുകയും ചെയ്യും. ആദ്യം ഇതാ ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകും പിന്നെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം, വറുത്തെടുക്കണം കേട്ടോ. ഇത് നല്ലോണം ചൂടായിട്ട് നമുക്കിതൊന്ന് പൊടിച്ച് മാറ്റി വെക്കണേ. ഇതാ നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുത്ത് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും. എന്നിട്ട് ഇത് തണിഞ്ഞിട്ട് നമുക്ക് പൊടിച്ച് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതാ ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് പാന് ചൂടായ സമയത്ത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഓവറായിട്ടൊന്നും വേണ്ട, കുറച്ച് മതി. മാങ്ങ അങ്ങനെ എണ്ണ കുടിക്കുന്ന സൈസൊന്നും അല്ലല്ലോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. ഇതിപ്പം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. ഇപ്പം തിളയൊക്കെ അവിടെ നിന്ന് ഇവിടുന്നായിട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ നമുക്കിതിലോട്ടില്ലേ തിളച്ച് വരുന്ന സമയത്ത് ഒരു 6 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതും കൂടെ നല്ലോണം ഒന്നിങ്ങനെ മൂപ്പിച്ചെടുക്കണേ. മുളകില്ലേ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല മുരിഞ്ഞ് വരണം. എന്നിട്ട് ഇത് തണിഞ്ഞിട്ട് ഇതും കൂടി നമുക്ക് പൊടിച്ച് മാറ്റി വെക്കാം. പിന്നെ ആ എണ്ണയിലോട്ട് നമ്മൾ മാറ്റി വെച്ച മാങ്ങയല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതും കൂടെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പം വാടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച മാങ്ങേൻ്റെ പകുതി മാത്രമേ കാണുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാ മാങ്ങയും കൂടെ വാട്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് വാടി വരുന്ന സമയത്ത് നമ്മുടെ മാങ്ങ വെന്ത് വരുമ്പോൾ ഒരു സ്മെല്ലില്ലേ, ആ സ്മെല്ല് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനതൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് അത് ചൂടായപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ മുളകും കറിവേപ്പിലയും കൂടി ഇല്ലേ അതും കൂടെ ഇതിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഉലുവയും കടുകും ഇല്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ശ്രദ്ധിച്ചോളണേ, ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി 1/2 ടീസ്പൂണൊക്കെ മതിയാവും. നമ്മൾ മറ്റേ റെഡ് ചില്ലി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം അത്ര മതിയാവേ. പിന്നെ ഇതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമുക്കിതിലോട്ടുള്ള പാകത്തിന് ഉപ്പ്, അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് എല്ലാ മസാലയും കൂടി നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. ഇങ്ങനെ ഇളക്കി ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ആ പച്ച മണമല്ലേ മസാലയുടെ, അതൊക്കെ ഒന്ന് മാറി കിട്ടണേ. ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയേ. പിന്നെ നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച മാങ്ങയല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ മാങ്ങ കൂടെ ഞാൻ ഇതിലോട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ആ മസാല ഈ മാങ്ങയിലൊക്കെ ഒന്ന് പിടിച്ചോട്ടെ. നല്ലോണം ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച എണ്ണയല്ലേ ഈ മാങ്ങയൊക്കെ വാട്ടിയിട്ട് ആ എണ്ണ ഇതാ ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. ഇതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തോട്ടും എത്തിക്കോട്ടെ. നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണേ. ഇപ്പോൾ ഇതാ മാങ്ങയുടെ എല്ലാ ഭാഗത്തൊന്നും എത്തിയിട്ടില്ല. നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് എത്തിക്കോട്ടെ കേട്ടോ. പിന്നെ ഫ്ലെയിം ഇടയ്ക്കൊന്ന് കൂട്ടി കൊടുത്തോളൂ, പിന്നെ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചോളണേ. അപ്പോൾ അതാ നല്ലോണം ഇതിൽ കിടന്നിങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്. ജസ്റ്റ് ഒന്നും കൂടി ആയാൽ മതി. നമ്മുടെ ഐറ്റം ഇവിടെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ. ഇതാ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതാ നമ്മുടെ ഐറ്റം ഇപ്പോൾ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡാർക്ക് കളർ കാണുന്നത് ആ മസാല എണ്ണയിൽ കിടന്ന് മൂത്തിട്ടുള്ള കളറാണേ. അപ്പോൾ മാങ്ങ നല്ല അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത്. ഇത് കൂട്ടി നമുക്ക് എത്ര ചോറ് വേണേൽ കഴിക്കാം കേട്ടോ. പിന്നെ ഇത് ചീത്തയാവാത്ത ഐറ്റമാണ്. ഒരു 4-5 ദിവസമൊക്കെ നമുക്ക് പുറത്ത് വെച്ച് സൂക്ഷിക്കാം കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. ഓക്കെ, ബൈ.